ഹായ് ഡി ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, എന്നത്തെയും പോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ചകളും പുണ്യദിനങ്ങളിലും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയെന്ന് സത്യം പറഞ്ഞാൽ അതൊരു വിഷമം തന്നെയാണ്, പ്രത്യേകിച്ച് പള്ളികളൊന്നും ഇല്ലാത്തൊരു സമയത്ത്. അപ്പോൾ റമദാൻ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രാർത്ഥിക്കാനല്ലാണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ ഉടനെ തന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതാ പുഴുക്കലരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചോറ് വെക്കേണ്ട അരി. അപ്പോൾ അതിൽ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് അമ്മിയിലിടണം, നമ്മുടെ ഗ്രൈൻഡറിൽ. അപ്പോൾ എനിക്കിന്ന് പത്തിലും ഉണ്ടാക്കണം, അതുപോലെ തന്നെ നമ്മൾ നാട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന ഈ പത്തിലിൻ്റെ അരച്ച അരി വെച്ചിട്ടുള്ള ഒരു ബീഫിൻ്റെ ഒരു അടയും ഉണ്ടാക്കണം. അതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ രണ്ടും ഒന്നിച്ചാവുമല്ലോ പത്തിലിൻ്റെ അരി അരച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കഴുകിയിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ടെടുത്തിട്ടില്ല. പിന്നെ ഇത് ഇറച്ചിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫിൻ്റെ കഷ്ണം എടുക്കുകയെന്ന്. അപ്പോൾ ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് ഞാൻ ബാക്കി മാറ്റി വെച്ച്. ഇനി ഇതൊന്ന് നന്നായി കഴുകിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. പിന്നെ നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇറച്ചി വേവിക്കുന്ന കുക്കറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. എന്നിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇറച്ചി പിന്നെ അറിയാലോ, നന്നായി വെന്ത് കിട്ടണം. അപ്പോഴേക്കും നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാ 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പോൾ ഇതിലൊന്ന് കഴുകി കട്ട് ചെയ്തിട്ടെടുക്കണം. കറിവേപ്പിലയും കുറച്ച് അധികം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല നമ്മൾ സാധാരണ അടക്കൊക്കെ ആക്കുമ്പോൾ തന്നെ ഉള്ളി നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മിക്സീനെ ചെറിയ ജാറിൽ അടിച്ച് വെച്ചിട്ടില്ല പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കുക, ചതച്ചത്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്ക് ഇതാ വേവിച്ച ഇറച്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറച്ചിയും കൂടി ചേർത്തിട്ട് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഉപ്പ് കറക്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറച്ചി നന്നായിട്ട് വേവണം, അതുതന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതാ നമുക്ക് ഇറച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലോണം പൊടിക്കുന്നില്ല, മിക്സീനെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യാം. ഇറച്ചി നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുക്കറിലുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടിൻ്റെയും ഉപ്പിൻ്റെയും അതുപോലെ തന്നെ മുളകിൻ്റെയും, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് ഇതിൽ വേറെ മുളകും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. പണ്ട് ഉമ്മുമാരിൽ ഉണ്ടാക്കുന്ന കാലത്ത് ഈ ഒരു രുചി തന്നെയാണ് ഉണ്ടായത്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കും പോലത്തെ മസാലയല്ലേ ഇത്, കുറച്ചൊരു ഗ്രേവി ആയിട്ടുള്ളൊരു മസാലയാണ്. പിന്നെ ഒരു നുള്ള് എന്ന് പറയാം കുരുമുളക്, ഒരു മണത്തിന് വേണ്ടി മാത്രം. അതുപോലെ തന്നെ ഗരം മസാലയും ഒരു നുള്ള്, ഒരു മണത്തിന് വേണ്ടി മാത്രം ഒന്ന് ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഗ്രൈൻഡറിലിട്ട് അരിയെല്ലാം നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുതുക്കിയെടുക്കണം. പുതുക്കിയെടുക്കുന്ന പറയില്ല, അതായത് നമ്മൾ ഈ അരി ഒന്ന് വാട്ടിയെടുക്കണം, ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചാൽ എങ്ങനെയാണ് ഇതൊന്ന് നല്ലൊരു പത്തിലിൻ്റെ മാവാക്കി എടുക്കുന്നത് കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടാവും, ഞാൻ പറയുന്നേ ഇല്ല. നമ്മൾ ഫ്രൈ പാനിലേക്ക് കുറച്ചൊന്ന് ഒരു എണ്ണ ഇട്ടിച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇങ്ങനെ വഴറ്റി കൊണ്ടുവരുമ്പോഴേക്ക് തന്നെ നമ്മുടെ മാവ് നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും. നല്ലോണം ടൈറ്റ് ആവണ്ട, കുറച്ചൊരു എന്താ പറയേണ്ടത്, നമുക്ക് ഉണ്ട പിടിക്കാൻ പാകത്തിൽ വേണം. ഇനി ഒരു ഇളം ചൂടോടെ തന്നെ ജസ്റ്റ് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മൾ പത്തിലിൻ്റെ മാവെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഒരിളം ചൂടിൽ വേണം ചെയ്യാൻ, നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ എല്ലാ മാവും. പിന്നെ നമുക്കൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അവിടെ വിരിച്ചിട്ട് അതൊന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ ക്ലിംഗ് റാപ്പാന്ന് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ഷീറ്റ് എടുത്താൽ മതി, നമ്മുടെ കവറൊക്കെ മുറിച്ചിട്ടുള്ളൊരു ഷീറ്റ് ആയാലും മതി. പിന്നെ മാവിൽ നിന്നൊരു ചെറിയൊരു ഉണ്ട എടുക്കുക, നമ്മൾ പൂരിക്കൊക്കെ പരത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന അത്രയും മതി. എന്നിട്ട് നല്ലോണം ഇങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. കാരണം ഇത് നന്നായി പിന്നെ വെന്ത് ഒന്ന് ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ സാധാരണ പിരിയഡൊക്കെ ചെയ്യുമ്പോൾ തന്നെ മസാലയിൽ നടുവിലിട്ട് കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റിയുള്ള അപ്പമാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് നമ്മൾ കാര്യമായിട്ട് ബീഫിൽ മാത്രമായിട്ട് ഉണ്ടാക്കല്ലോ. ബീഫിലാകുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവൽ.
അതുപോലെ തന്നെ വീട്ടിലിങ്ങനെ പ്രായമുള്ള ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ ഈ ഒരു ഐറ്റമാണ് സാധാരണയായിട്ട് ഉണ്ടാക്കൽ നോമ്പിന്. ഇതാകുമ്പോൾ നമുക്ക് വേവിച്ചെടുക്കുന്നതുകൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന കാരണം എണ്ണയും കുടിക്കൂല. അതുപോലെ തന്നെ നമ്മൾ ഫുഡിന് പകരമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം ഇത്. പിന്നെ ഇത് ഇഡലി തട്ടിൽ ഫോയിൽ വെച്ചിട്ട് ഞാൻ ഓരോ അടിയായിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയെന്ന്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരത്തിയിട്ട് വെക്കാം. വെള്ളം അവിടെ തിളക്കുമ്പോഴേക്കും നമുക്ക് ഓരോന്നോരോന്ന് പരത്തി അടയാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കാം. പിന്നെ നാട്ടിലുള്ള ആകുമ്പം വാഴേൻ്റെ ഇലയൊക്കെ എടുത്ത് കുഞ്ഞു ഇലേൻ്റെ പീസിലാണ് ഇത് വെച്ച് കൊടുക്കില്ല. അപ്പോൾ നല്ലൊരു മണവും കൂടിയായിരിക്കും ഇവിടെ. പിന്നെ ഏതായാലും ഇപ്പോൾ അത് കിട്ടാൻ വലിയ ചാൻസ് ഇല്ല. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്. അപ്പോഴേക്കിതാ നമ്മൾ ഇറച്ചിയടെല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതന്നെ ഉണ്ടാക്കിയത് ആക്ച്വലി. അപ്പോൾ മക്കൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ തികഞ്ഞില്ല. അപ്പോൾ ഇന്ന് ഏതായാലും കുറച്ചധികം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ അത്താഴത്തിനൊന്നും കാര്യമായിട്ട് അങ്ങനെ ഫുഡായിട്ട് ഉണ്ടാക്കില്ല. പിന്നെ ബാക്കി വന്ന എന്തെങ്കിലും ചായക്കടി തന്നെയാണ്. അപ്പോൾ അത്താഴത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇഡലി തട്ടിൽ നമ്മളിങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കില്ല. അപ്പോൾ ഇഡലി തട്ട് നമ്മൾ പുറത്തെടുത്താലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിടുവിച്ചെടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അതെല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ ചായക്കടിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഒരു വത്തക്കേൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ വത്തക്ക മുറിച്ചിട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുക്കില്ല എന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇന്നിതാ ഒരു പച്ചമുളകിൻ്റെ ഒരു ചെറിയൊരു പീസ്. അപ്പോൾ എരിവിനല്ല, ഇതൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പച്ചമുളകിൻ്റെ മണത്തിന് വേണ്ടിയിട്ട് കണ്ടില്ലേ, അതിൻ്റെ വാലിൻ്റെ അറ്റം ഒരു കഷ്ണം മാത്രം, അധികം എരിവൊന്നുമില്ല. പിന്നെ ഇതാ കുറച്ച് മിൻറ്റ് ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ വത്തക്കയെല്ലാം നല്ലോണം ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സബ്ജ സീഡ്സ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കന്നെ നന്നായി പൊന്തി വരും നമ്മുടെ കസ്കസ്. ഇനി ഇതാ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മളെ വത്തക്കേൻ്റെ പീസും അതുപോലെ തന്നെ മിൻറ്റ് ലീഫ്, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, നമ്മളെ പച്ചമുളകിൻ്റെ ഒരു കഷ്ണം എല്ലാം ഇട്ട് നന്നായി അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. സാധാരണ നമ്മൾ ബത്തക്ക ജ്യൂസ് ആക്കുന്നതിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. കാരണം ആ ഒരു മിൻറ്റ് ലീഫിൻ്റെയും പിന്നെ പച്ചമുളകിൻ്റെ ചെറിയൊരു മണം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ചേഞ്ചിൽ ആഗ്രഹിക്കുന്നതിന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കസ്കസും നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ ഇതാ ബത്തക്ക വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒറ്റൊരു ടൈപ്പ് മാത്രമേ ആക്കില്ല ജ്യൂസ്, വേറെ 2-3 ടൈപ്പൊന്നും ആക്കില്ല. പിന്നെ ചിലപ്പോൾ ലൈമും കൂടി ആക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും ഇല്ല, അതുകൊണ്ട് കുറച്ചധികം തന്നെ വത്തക്ക വെള്ളമുണ്ട്. പിന്നെ ഇതാ നമ്മുടെ കസ്കസെല്ലാം പൊന്തി വന്നിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും ഏകദേശം നോമ്പ് മുറിക്കേണ്ട സമയമായിട്ടുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ നോമ്പ് മുറിയൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ ഫാത്തിമാൻ്റെ സ്പെഷ്യൽ പിസ്സ ഉണ്ടെന്ന്. നോമ്പ് മുറി നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ തരികാഴ്ചയാണ്. അപ്പം തരികാഴ്ച സത്യം പറഞ്ഞാൽ നോമ്പായി തുടങ്ങിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നേതായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാക്കാറുണ്ട് എല്ലാ നോമ്പിനും. ഇതിന് തരികാഴ്ചത് തരിക്കഞ്ഞി എന്നല്ലാന്ന് പറയൽ. സാധാരണ നോമ്പ് തുറയും തറാവിഹലും കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കൽ. അപ്പോൾ ഇതാ പിന്നെ സാധാരണ നമ്മുടെ സ്ഥിരം പരിപാടി തന്നെയാണ് പത്തിൽ ചുട്ടില്ല. അപ്പോൾ നേരത്തെ പത്തിലിൻ്റെ അരി അരച്ച് വെച്ചത് അതിനാണ് പിന്നെ നമ്മുടെ ഇറച്ചിയുടെ ഉണ്ടാക്കിയത്. അപ്പോൾ അതേ മാവ് കൊണ്ട് തന്നെ നമ്മൾ പത്തിലും ചുട്ടെടുക്കുകയെന്ന്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് അങ്ങനെ വലിയൊരു പണിയില്ല എന്ന് തന്നെ പറയാം. സാധാരണ എണ്ണക്കടി വേറെ ഉണ്ടാവും, പത്തിലിൻ്റെ പണി വേറെ ഉണ്ടാവും. ഇന്നിപ്പോൾ രണ്ടും ഒരു മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടി. ഇതാ നമ്മുടെ പത്തിലെല്ലാം റെഡി ആയിട്ടുണ്ട്. പത്തിലിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരക്ഷരം ഞാൻ മിണ്ടുന്നില്ല. കാരണം ഞാൻ എൻ്റെ എല്ലാ വ്ളോഗിലും ഞാൻ കാണിക്കലുണ്ട്, പറയലുണ്ട്. സ്ഥിരം വ്യൂവേഴ്സിനെ മടുപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഇതാ അതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നല്ല തേങ്ങ അരച്ച മീൻകറി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഇതിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി മോൻ പറയുന്നു, കുറച്ച് ദിവസമായി ഇങ്ങനെ ചിക്കൻ വെച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എന്തായാലും ഇന്ന് മീൻകറിയും പത്തലും വേണമെന്ന്. അപ്പോൾ പറഞ്ഞപ്പോഴെനിക്കും തോന്നിയത് എന്തായാലും ഇന്ന് ആക്കാമെന്ന്. അപ്പോൾ ഇതാ നല്ല കുടംപുള്ളി ഇട്ട് വെച്ച മീൻ തേങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ മീൻ പൊരിച്ചത് നമ്മുടെ ഇരുമ്പിൻ്റെ കല്ലിലാണ് ഇന്ന് മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഇരുമ്പിൻ്റെ കല്ലിൽ മീൻ പൊരിക്കുന്നത്. അപ്പോൾ ദോശ ചുടാറുണ്ട്, ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ്. സൈഡിൽ ചെറിയ വക്കിലോണ്ട് നല്ല അടിപൊളിയായിട്ട് മീൻ പൊരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. പിന്നെ കല്ല് ചൂടായി കഴിഞ്ഞാൽ അറിയാമല്ലോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നാട്ടിൽ നിന്ന് കല്ല് കൊണ്ടുവന്നുകൊണ്ട് കാര്യമായിട്ട് മുതലായിട്ടുണ്ട്.
പിന്നെ നോമ്പിന് അധികം ദോശ ചൂടില്ല, പത്തലേ ആക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ മീൻ പൊരിക്കാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് ഈ ഒരു കല്ല്. ഇത് കണ്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മീൻ പൊരിച്ചത്. അപ്പോൾ ഇന്നത്തെ കിച്ചണിലെ പണി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാവരും ഒന്നിച്ച് ഫുഡ് കഴിക്കാനിരുന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വെള്ളരി വറവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല, ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ കുറച്ച് അലിസയും കൂടിയുണ്ട്, നമുക്ക് അപ്പുറത്ത് അറബി വീട്ടിൽ നിന്ന് കിട്ടിയാന്ന്. അപ്പോൾ അൽഹംദുലില്ലാ വളരെ നന്നായിട്ട് തന്നെ ഫുഡെല്ലാം കഴിഞ്ഞ്. ഇതാ തരി കാച്ചിയതുണ്ട്, വെള്ളരി വറവുണ്ട്, അലിസയുണ്ട്, മീൻ കറി, പത്തല്, മീൻ പൊരിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.